കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ സൗദിയിലെ തബൂക്കിലേക്ക് വീട്ടുജോലിക്കായി പോയ ഇടുക്കി സ്വദേശി മോളിയെ തേടിയാണ് മകൾ മോനിഷയും ഭർത്താവും പ്രവാസി ലോകത്തിലേക്ക് എത്തിയിരിക്കുന്നത്. പതിവ് പോലെ തന്നെ മോളിയും കഠിനമായ പീഡനങ്ങൾ അനുഭവിക്കുകയാണ്. മോളിയുടെ തിരിച്ചുവരവിനായി വീണ്ടും പണം വാങ്ങിയ ഏജന്റ് അഭിലാഷ് ആകട്ടെ ഇപ്പോൾ പ്രതികരിക്കുന്നുമില്ല. മോളിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്ക് ഇവരോട് തന്നെ ചോദിക്കും. മോളി കഴിഞ്ഞ വർഷം പോയത് അല്ലേ? നിങ്ങൾ വീടെവിടെ? എന്നെ കെട്ടിച്ചേക്കുന്നത് കോഴിക്കോടേക്കാണ്. അമ്മ താമസിക്കുന്നത് ഇടുക്കി ജില്ലയിലാണ്. ഇടുക്കി ജില്ലയില് വേറെ മക്കളുണ്ടോ? ഒരാളും കൂടി ഉണ്ട്. അവളെ കെട്ടിച്ചേക്കുന്ന വാഗമണ്ണിലാണ്. അച്ഛനോ? അച്ഛൻ അവർ രണ്ടുപേരും പിരിഞ്ഞിട്ടാ. അവർ സ്നേഹിച്ച് കല്യാണം കഴിച്ചവരായിരുന്നു. രണ്ട് കാസ്റ്റാണ്. അപ്പൊ രണ്ടുപേരും ഡിവോഴ്സ്. അച്ഛൻ നോക്കുന്നില്ല. അമ്മ അതുകൊണ്ടാണ് ജോലി അന്വേഷിച്ചു പോയത്. അതെ, ഞങ്ങൾക്ക് സ്വന്തമായിട്ട് വീടൊന്നുമില്ല. അമ്മയുടെ കൂടെയായിരുന്നു. ഇടുക്കി ജില്ലയിൽ തന്നെ അവര് താമസിക്കുന്നത്. അവരുടെ കൂടെയായിരുന്നു. ആരാ കൊണ്ടുപോയത് അഭിലാഷ് എന്ന് പറഞ്ഞ ഒരാളാണ്. ഇടുക്കി ജില്ലയിൽ തന്നെയുള്ള ആളാണ്. ചങ്ങപ്പമ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള അയാളാണ് കൊണ്ടുപോയത്. പിന്നെ ഹമീദ് എന്ന് പറഞ്ഞ ഒരാള് കോയമ്പത്തൂരുള്ള ഒരാളും കൂടി ഷെയർ ഉണ്ട്. ഞാൻ ഒരിക്കലും അയാളെ കണ്ടിട്ടുണ്ട്. അഭിലാഷിനെ കണ്ടിട്ടുണ്ട്. അഭിലാഷ് എന്നോട് പറഞ്ഞു ഒരുപാട് ഇതുപോലെ അടിയും വഴക്ക കിട്ടാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ അമ്മ എന്നോട് വിളിച്ചു പറഞ്ഞപ്പോൾ ഞാൻ ഒരു പ്രാവശ്യം ഇയാളെ കാണാൻ വേണ്ടി പോയി. അന്ന് എന്നോട് പറഞ്ഞു 32,000 രൂപ കൊണ്ടു തരുവാണെങ്കിൽ ഞാൻ അമ്മേനെ നാട്ടിലെത്തിക്കാം. ഇത് ഒരു നോയമ്പിൻ്റെ സമയത്തായിരുന്നു പോയത്. നോയമ്പ് തുടങ്ങി 15 ദിവസമായപ്പോൾ. അപ്പോൾ പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞത് ഹമീദുമായിട്ട് ആലോചിച്ചിട്ട് പെരുന്നാൾ കഴിഞ്ഞ് 2 ആഴ്ചക്കുള്ളിൽ അമ്മേനെ നാട്ടിലെത്തിക്കാമെന്നായിരുന്നു പറഞ്ഞത്. അങ്ങനെ പറഞ്ഞ് രണ്ടാമത് ഞങ്ങൾ പോയി 32,000 രൂപ കൊടുത്തു. അതിനു മുമ്പ് അമ്മ പോവാൻ നേരത്ത് 9,500 രൂപ ഇയാളെ കൊണ്ട് ഏൽപ്പിച്ചായിരുന്നു, ഈ അഭിലാഷിനെ. പിന്നെ ഒരു 500 രൂപ റീചാർജ് ചെയ്ത് കൊടുക്കണം എന്ന് പറഞ്ഞു. പുള്ളിക്കാരൻ്റെ വൈഫ് അവിടെയാണ്. അപ്പം അവരോട് വിളിച്ച് കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ വേണ്ടി 500 രൂപ അഭിലാഷിന് 500 രൂപ അങ്ങനെയും ചെയ്തു കൊടുത്തു. അങ്ങനെ മൊത്തം ഞങ്ങൾ 42,000 രൂപ കൊണ്ട് കൊടുത്തിട്ടുണ്ട്. അമ്മ പറയുന്നത് ഫുൾ ടൈം ജോലിയാണ്, ഒഴിവേ ഇല്ല. വിശ്രമിക്കാൻ വിട്ടാലും അവര് ഒരു മണിക്കൂർ അങ്ങനെ ആകുമ്പോഴത്തേക്കും തിരിച്ചെന്ന് വിളിക്കുകയാണ്. പിന്നെ അവിടുത്തെ മാമ എന്ന് പറയുന്ന അവരുടെ വല്യമ്മ, അവര് പുറത്തു പറയാൻ പറ്റാത്തുള്ള രീതിയിലുള്ള അമ്മേനെ കൊണ്ട് ഓരോന്ന് ചെയ്യിക്കാം. പിന്നെ അറബികൾ അവിടുത്തെ അവരുടെ മക്കള് അമ്മേനെ ശല്യം ചെയ്യാണ്. പിന്നെ അടിയാണ്, അമ്മയുടെ മേത്ത് മൊത്തം പാടാണെന്ന് പറയുന്നു. മരുന്നില്ല, ഭക്ഷണം അവർക്ക് തോന്നുമ്പോൾ കൊടുക്കുക. പിന്നെ അമ്മയ്ക്കാണെങ്കിൽ കൊളസ്ട്രോളും ഷുഗറൊക്കെ ഉള്ള ആളായിരുന്നു. ഇപ്പോൾ ഒരു കൈ പൊന്തുന്നില്ല എന്ന് പറഞ്ഞു. അപ്പം എങ്ങനെയെങ്കിലും നാട്ടിലെത്തണം എന്ന് പറഞ്ഞു. നമ്മളാളുകളായിട്ട് ഒരു വല്ല ബന്ധപ്പെട്ടിട്ട് നടന്നിരുന്നു? ഇല്ല, എനിക്ക് ആകെ അറിയാവുന്ന ഉണ്ണിസാർ എന്ന് പറഞ്ഞ സാറാണ് ഇതിന്റെ. സാറമ്മനെ വിളിക്കുകയോ എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. സാറാണ് ഇങ്ങോട്ട് റെഫർ ചെയ്തേ, ഇവിടേക്ക് വന്ന് പറയാം. ഇതിലിപ്പോ എനിക്ക് തോന്നുന്നു കോൺട്രാക്ട് ഒന്നും ഇല്ലാതെ പോയതാവും അല്ലെ? കോൺട്രാക്ട് ഒന്നും ഇല്ലാതെ അറബികളുടെ ഒരു എന്താ പറയാ, ഒരു തട്ടിപ്പ് വിസ സംഘത്തിലായിരിക്കും ഇവര് പോയിട്ടുണ്ടാവുക. ഈ മാമ പറയുന്ന 5 വർഷം കഴിഞ്ഞാലേ അമ്മനെ നാട്ടിൽ മാമയുടെ ചെലവിലാണല്ലോ നമ്മളെ കൂടെ ജീവിക്കുന്നത് ഇന്ത്യയില്. എന്തൊക്കെ ഇവര് ധരിച്ചിരിക്കുന്നത് മാമാര്. പ്രവാസലോകം പ്രവർത്തകരോടാണ് താബൂക്കിലുള്ള ഇത്തരം കേസുകൾ പുതുതല്ല. മോളി സെബാസ്റ്റിനെ പോലെ ഉള്ള സഹോദരിമാര് നിരവധി വഞ്ചിക്കപ്പെട്ടതിൻ്റെ കഥകൾ ഈ ചാനലിലൂടെ ഞങ്ങൾ നിരവധി തവണ പ്രേക്ഷകരുടെ മുമ്പിലും പ്രവർത്തകരുടെ മുമ്പിലും എത്തിച്ചതാണ്. ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കപ്പെടുന്നത് സ്ത്രീകളായിട്ടുള്ള വീട്ടുജോലിക്കാരാണ്. വീട്ടുജോലിക്കാർക്ക് ഉതകുന്ന തരത്തിലുള്ള ഒരു നിയമവും വന്നില്ല. പക്ഷേ ഈ മൈഗ്രേഷൻ എന്ന് പറയുന്ന രീതിയിൽ ഒരു പുതിയ ഇത് വന്നിരുന്നു. അതിനെ വെട്ടിച്ചുകൊണ്ട് ചില കള്ളക്കടത്തുകാരും ഏജന്റുമാരും എല്ലാം തന്നെ കൂടി നടത്തുന്ന ഒരു തട്ടിപ്പാണ് ഇപ്പോൾ ഇതിൽ മോളി സെബാസ്റ്റ്യൻ പെട്ടുപോയിട്ടുള്ളത്. അപ്പോൾ ഇത്
കുറെ കൂടി പോകുന്നവർ ജാഗ്രത കാണിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. വീട്ടുജോലിക്ക് പോകുന്ന സ്ത്രീ സഹോദരിമാരോട് എനിക്ക് പറയാനുള്ളത്, ശരിക്ക് കോൺട്രാക്റ്റ് ഉണ്ടെങ്കിൽ പോകാം. കോൺട്രാക്റ്റ് ഇല്ലാത്ത ആളുകൾ പോകരുത്. ഈ ആദ്യം തട്ടിപ്പായിട്ട് കുറേ ആളുകൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. അവർ ചിലപ്പോൾ തട്ടിപ്പാണെന്ന് വിചാരിച്ചിട്ടാവില്ല, അറബി ഒരാളെ വേണമെന്ന് പറയുന്നു, അടുത്തുള്ള ഒരാളെ കൊണ്ടുപോകുന്നു, ചെറിയ പൈസ കിട്ടുന്നു, അങ്ങനെയൊക്കെ ആയിരിക്കും ഇപ്പോൾ ഈ അഭിലാഷിനെ പോലുള്ള ആളുകൾ ചെയ്തിട്ടുണ്ടാവുക. പക്ഷേ ഇതിൻ്റെ പിന്നിലുള്ളത് ഒരു ചതിയാണ്, വഞ്ചനയാണ്, കടുത്ത അനീതിയാണ്. അതിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ ഇതിൽ ആരൊക്കെ പങ്കാളിയാകുന്നോ അവർ അധാർമികമായിട്ടുള്ള ഒരു കർമ്മമാണ് ചെയ്യുന്നത് എന്ന് ഞാൻ അവരെ ബോധിപ്പിക്കാനാവും. നമ്മുടെ നാട്ടിലെ നിയമത്തിന് വിരുദ്ധമായിട്ട് കള്ളക്കടത്ത് കടത്തുന്ന പോലെ വീട്ടുജോലിക്ക് കൊണ്ടുപോയി മനുഷ്യക്കടത്ത് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം, അവരെ ഉപദ്രവിക്കുകയും മർദ്ദിക്കുകയും ഭക്ഷണം നൽകാതിരിക്കുകയും. ഇപ്പോൾ മോളി സബാസിൻ്റെ കാര്യം ഇപ്പോൾ നമ്മൾ കേട്ടു. അപ്പോൾ അവരുടെ ഒരു കൈ പൊന്തുന്നില്ല, അവർ ഡയബറ്റിക്കാണ്, അവർ കൊളസ്ട്രോൾ ഉള്ള ആളാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകൾ പോകുന്നൊരു പ്രത്യേക സാഹചര്യത്തിലാണ്. പ്രണയിച്ച് വിവാഹം കഴിച്ച ആളാണ് മോളി. ആ മക്കൾ 2 പെൺകുട്ടികളാണ്. അദ്ദേഹം അവരെ വിട്ടുപോയി. അതിൻ്റെയൊക്കെ വീടില്ല. അപ്പോൾ ഒരു വീട് വെക്കാൻ പറ്റുമോ എന്ന് വിചാരിച്ച് പോയതാണ് സഹോദരി. വീട് വയ്ക്കാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, ജീവിതത്തിൻ്റെ എല്ലാ തരത്തിലുള്ള ദുരിതങ്ങളും നേരിടേണ്ടി വരികയാണ്. എങ്ങനെയെങ്കിലും നാട് പിടിച്ചാൽ മതി എന്നാണ് ഇപ്പോൾ മോളി ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതിന് നമ്മൾക്ക് എന്ത് ചെയ്യാം? ഉണ്ണി എന്ന നമ്മുടെ പ്രവർത്തകൻ അവിടെ വേണ്ട രീതിയിൽ ഇടപെട്ടിട്ടുണ്ട് എന്ന് ഞങ്ങൾക്കറിയാം. പക്ഷെ അത് ഫലവത്തായിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് ഈ പ്രോഗ്രാമിലേക്ക് ഇത് ചെയ്യുന്നത്. ഞങ്ങൾ ഈ പ്രോഗ്രാമിൽ പ്രത്യക്ഷപ്പെടാത്ത തന്നെ നിരവധി കാര്യങ്ങൾ ഞങ്ങളെ വാട്സപ്പ് ഗ്രൂപ്പിലെയും മറ്റും ആയിട്ട് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ഓരോരുത്തരും, ഞാനും റഫീഖും അതുപോലെ പ്രവാസലോകം പ്രവർത്തകരൊക്കെ തന്നെ അവരവരുടേതായിട്ടുള്ള രീതിയിൽ പ്രവർത്തിക്കുന്ന ആളുകളാണ് ഞങ്ങളൊക്കെ. ഏത് സമയത്തും ബന്ധപ്പെടാവുന്ന രീതിയിൽ ഞങ്ങളുടെ മൊബൈൽ ഫോൺ പോലും എപ്പോഴും ഓപ്പൺ ആയിട്ടുള്ള ആളുകളാണ്. അപ്പോൾ ഒരു മനുഷ്യാവകാശ പ്രവർത്തകർ എന്ന നിലയിൽ കൂടിയാണ്, മീഡിയ പ്രവർത്തകർ എന്ന നിലയിൽ മാത്രമല്ല, മനുഷ്യാവകാശ പ്രവർത്തകർ എന്ന നിലയിൽ കൂടിയാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. തീർച്ചയായിട്ടും അടിയന്തരമായിട്ട് ഇവരെ നാട്ടിലെത്തിക്കുന്നതിന് എംബസിയും അതുപോലെ തന്നെ അവിടുത്തെ പ്രവാസലോകം പ്രവർത്തകരും അടിയന്തരമായിട്ട് ഇടപെടണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ലക്ഷ്മി ഒരു കാര്യം ചെയ്യും, ഞങ്ങൾ എന്തായാലും അമ്മയോട് പറഞ്ഞിരിക്കും, ഇങ്ങനെ ടെലികാസ്റ്റ് ചെയ്യും, നമ്മുടെ പ്രവർത്തകർ വേണ്ടത് ഇത് ചെയ്യും. നമ്മളുടെ പ്രവർത്തകരെ നമ്പറൊക്കെ ഇതിലുണ്ടാവും, അപ്പോൾ അവരെ വിളിക്കാൻ പറയുക. പിന്നെ വേണ്ടതൊക്കെ ഉണ്ണി ചെയ്യും. തീർച്ചയായിട്ടും പ്രവാസലോകം അതിൻ്റെ ശക്തമായിട്ടുള്ള പ്രവർത്തന രീതികൾ ഇതിനു വേണ്ടി ഉപയോഗിക്കും. കേട്ടാ? ശരി.